എല്ലാ ജ്യോതിഷ വിശ്വാസികൾക്കും എൻ്റെ നമസ്കാരം. സമയക്കുറവും മുഖേന വീഡിയോ തയ്യാറാക്കാൻ എനിക്ക് പറ്റാറില്ല. എങ്കിലും ഞാനിപ്പോൾ ഒരു വീഡിയോ, നമ്മുടെ ജ്യോതിഷത്തിൻ്റെ ഒരു വീഡിയോ ഇടാം. ഒരു ജ്യോത്സ്യൻ്റെ അടുത്തേക്ക് നിങ്ങൾക്കറിയാമല്ലോ, പലവിധ കാര്യങ്ങൾ പറഞ്ഞാണ് ഓരോരുത്തരും വരുന്നത്. അതിന് ശാസ്ത്രീയമായും അതിൻ്റെ ജ്യോതിഷത്തെ ഉൾക്കൊണ്ടുകൊണ്ടും അതിനൊരു പരിഹാരം നിർദ്ദേശിക്കുകയാണ് ഒരു ജ്യോത്സ്യൻ്റെ പ്രധാനപ്പെട്ട കർത്തവ്യമെന്ന് പറയുന്നത്. മനസ്സ് ഇടറിക്കൊണ്ടും ഒലിഞ്ഞുകൊണ്ടും വരുന്ന വ്യക്തികളെ അവരെ നല്ല രീതിയിൽ അവർക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അതിനൊരു പരിഹാരം കണ്ടെത്തുക എന്നതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു കടമ. എൻ്റെ അടുത്ത് പല പ്രശ്നങ്ങളും പറഞ്ഞു വരാറുണ്ട്. ജോലി സംബന്ധമായ പ്രശ്നം, വീട് സംബന്ധമായ പ്രശ്നം, സന്തതിയില്ലായ്മ, വീട്ടിൽ കുടുംബകലഹം, ഇങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങളായിട്ടാണ് ഓരോരുത്തർ വരുന്നത്. അപ്പോൾ ഇപ്പോൾ അടുത്ത പല സമയത്തും പല ആൾക്കാരും പലതും പറഞ്ഞു വരാറുണ്ടെങ്കിലും അതിനെല്ലാത്തിനും പരിഹാരം കാണാറുണ്ട്. ഉദാഹരണമായിട്ട് തന്നെ ഒരു സന്തതി പ്രശ്നം എടുക്കുക. ഇപ്പം കല്യാണം കഴിച്ച് ഭാര്യ ഭർത്താക്കന്മാർ എൻ്റെ അടുത്ത് വരുന്നു, അവർക്ക് കുറേ നാളായിട്ട് സന്തതിയില്ല. അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്നാണ് ചോദിച്ചു വരുന്നത്. അപ്പം ഞാൻ ആദ്യമായിട്ട് ചോദിക്കുന്നത്, ശാസ്ത്രമാണല്ലോ ഇന്നത്തെ എല്ലാ പുരോഗതിക്കും കാരണമെന്നും നമുക്കറിയാം, നിങ്ങൾ ഡോക്ടറെ കണ്ടു എന്ന് ചോദിക്കും. അപ്പോൾ അവർ പറയും, ഞങ്ങൾ ഡോക്ടറെ കണ്ടു. ഡോക്ടർ എന്ത് പറഞ്ഞു? ഡോക്ടർ പറഞ്ഞു, യാതൊരു കുഴപ്പങ്ങളൊന്നുമില്ല, കുട്ടികളാകേണ്ടതാണ്. പക്ഷേ ചിലപ്പോൾ എന്തെങ്കിലും ചെറിയൊരു മരുന്ന് എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ ഗർഭമായി വരും, ഗർഭമലസി പോകും, വീണ്ടും പ്രശ്നങ്ങൾ ആ കുട്ടികളായി വരുന്നില്ല. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ ഇവരുടെ ജാതകം വെച്ച് ഒന്ന് നോക്കും. രണ്ടുപേരുടെയും ജാതകത്തിൽ ഇപ്പം ഒരുപാട് കാര്യങ്ങളുണ്ട്. സന്തതി അനപത്യത അല്ലെങ്കിൽ സന്തതി ഇല്ലായ്മ എന്നതിന് പല കാരണങ്ങളും ഉണ്ടാകാം. ചിലവർക്ക് കല്യാണം കഴിഞ്ഞാൽ പെടുന്ന കുട്ടികളുണ്ടാവും, ചിലർക്ക് മധ്യവയസ്സിൽ കുട്ടികളുണ്ടാവുള്ളൂ, ചിലർക്ക് ഒരു കുട്ടി ഉണ്ടാവുകയുള്ളൂ, ചിലർക്ക് കുട്ടികളില്ലാത്ത യോഗങ്ങളുണ്ടാവും. അപ്പം എൻ്റെ ആശാൻ അല്ലെങ്കിൽ എൻ്റെ ഗുരു പഠിപ്പിച്ചത് തന്ന പോലെ നമ്മൾ ഈ ജാതകം ഒന്ന് പരിശോധിച്ചിട്ട് കുട്ടികളുണ്ടാകുന്ന ജാതകമാണോ എന്ന് നമ്മൾ ആദ്യം പരിശോധിക്കും. അതായത് കുട്ടികൾ ഉണ്ടാകേണ്ട കാരണക്കാരായിട്ടുള്ള ഗ്രഹങ്ങൾ, അവയുടെ ഗ്രഹസ്ഥിതികൾ, അതിയുടെ ഭാവങ്ങൾ, അതിൻ്റെ ഭാവഫലങ്ങൾ, ഇവയെല്ലാം നമ്മൾ ചിന്തിക്കും. ഉദാഹരണമായിട്ട് ഒട്ടനവധി പ്രമാണങ്ങളുണ്ടെങ്കിലും നമ്മൾ അതിലൊരു പ്രമാണമാണ് ഈ പറയുന്നത്. ഗുരു ലഗ്നേച്ച് ധാരേച്ച് പുത്രസ്ഥാനാദിവേഷൂച്ച സർവേഷു ബലഹീനേഷു വക്തവ്യം അനപത്യത എന്നാണ് പറയുന്നത്. ഗുരു പുത്രകാരകനായിട്ട് ഗുരു, ലഗ്നേശൻ ലഗ്നാധിപൻ, ഗുരു ലഗ്നേശ് ധാരേശ് 7ാം ഭാവാധിപൻ, അതേമാതിരി തന്നെ പുത്രസ്ഥാനാദിവേഷൂച്ച 5ാം ഭാവാധിപൻ. ഇവ ഗ്രഹങ്ങൾക്കെല്ലാം ബലമില്ലെങ്കിൽ മാത്രമേ കുട്ടികൾ ഉണ്ടാകാനായിട്ടുള്ള സാധ്യത കുറവുണ്ടെന്ന് പറയാൻ പറ്റുള്ളൂ. കുട്ടികളില്ല എന്നൊരാളും തറപ്പിച്ച് പറയാൻ പാടില്ല. വേറെയും കുറേ കാര്യങ്ങൾ നോക്കേണ്ടത്. എങ്കിലും കുട്ടികൾ ഉണ്ടാകാൻ ബുദ്ധിമുട്ടാണെന്ന് നമുക്ക് പറയാം, അല്ലേ? അപ്പോൾ ഇത് പരിശോധിച്ച് നോക്കിയപ്പോൾ ഗുരു ലഗ്നേശ ധാരേശ പുത്രസ്ഥാനാദിവേഷു സർവേഷു ബലഹീനേഷു വക്തവ്യം അനപത്യത, ഈ വക പ്രമാണങ്ങൾ വെച്ച് നോക്കുമ്പോൾ യാതൊരു കുഴപ്പവും ഇവരില്ല. പിന്നെ എന്തുകൊണ്ട് കുട്ടികളില്ല എന്ന് നോക്കുമ്പോഴാണ് നമ്മൾ രാശി വെച്ച് നോക്കുന്നത്. എൻ്റെ രാശി വെച്ച് നോക്കിയാൽ പല അനുഭവങ്ങളും എനിക്കുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ആധുനികവൽക്കരണമാണല്ലോ, ന്യൂജനാണ്. ഇപ്പോൾ നമ്മളുടെ പൂർവികമായി ചെയ്തിരിക്കുന്ന പലതിനെയും നമ്മൾ തല്ലി ഉടച്ചു കളയുന്ന ഒരു സംസ്കാരവും കൂടി പല ആൾക്കാർക്കും വന്നു തുടങ്ങിയിട്ടുണ്ട്. ഉദാഹരണത്തിന് നാഗക്കാവുണ്ടെങ്കിൽ അത് വെട്ടി തെളിയിക്കുക, നാഗമുട്ടകളൊക്കെ എടുത്ത് കളയുക, പാമ്പിനെ തല്ലിക്കൊല്ലുക, അവിറ്റങ്ങളെ കുടിയിറക്കുന്ന രൂപത്തിലാക്കി മാറ്റുക, അങ്ങനെ പലതരത്തിലുള്ള ദോഷങ്ങളും നാഗങ്ങളിൽ നിന്നും പിടിച്ചു പറ്റും. അങ്ങനെ നാഗശാപം കൊണ്ട് കുട്ടികൾ ഉണ്ടാതിരിക്കും. അതിന്റെ പ്രമാണം എന്ന് പറയുന്നത് പുത്രസ്ഥാനഗതേ രാഹുപുത്രേശേ സഹിതോദവ ശുഭൈനിക്ഷിതേ വിദ്യ സർപ്പശാപസുദക്ഷ എന്നാണ് പറയുന്നത്. രാശി വയ്ക്കുമ്പോൾ തന്നെ നമുക്കറിയാം പുത്രസ്ഥാനം, അതായത് 5ാം ഭാവം, പുത്രസ്ഥാനഗതേ രാഹു, പുത്രസ്ഥാനത്തിൽ 5ാം ഭാവത്തിൽ രാഹു നിൽക്കുക.
പുത്രേശേ സഹിതോദവ, അല്ലെങ്കിൽ 5-ാം ഭാവാധിപനോട് കൂടി രാഹു നിൽക്കുക. ശുഭൈ അനീക്ഷിതേ വിദ്യ, ആ ഭാവത്തേക്ക് 5-ാം ഭാവത്തിലേക്ക് ശുഭഗ്രഹങ്ങളിൽ ദൃഷ്ടിയില്ലാതിരിക്കുകയും ചെയ്ത സംശയം വേണ്ട, നമുക്ക് പറയാവുന്നതാണ് സർപ്പശാപം കൊണ്ടാണ് ഇവർക്ക് കുട്ടികളില്ലാത്തത്. അപ്പൊ സർപ്പശാപം മാറാൻ വേണ്ടി പാമ്പിന്റെ മുട്ടകൾ, പുറ്റ്, അതേമാതിരി തന്നെ പലതും നമ്മൾ സ്വർണം കൊണ്ടോ ചെമ്പ് കൊണ്ടോ ആ നാഗത്തിന്റെ സ്വഭാവം അനുസരിച്ച് നമ്മൾ വഴിപാടായി ചെയ്യുകയും ചില പ്രാർത്ഥനകളും ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് സർപ്പശാപത്തിൽ നിന്ന് മോചനം കിട്ടുകയും സന്താനം ഉണ്ടാവുകയും ചെയ്തതായിട്ടുള്ള അനുഭവം എനിക്കുണ്ട്. ഞാൻ നോക്കിയതിൽ അങ്ങനെ സന്താനം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. അടുത്തത് ദേവശാപം എന്നാണ്. ഈ ദേവശാപം കൊണ്ട് കുട്ടികളില്ലാതിരിക്കുക. നമ്മുടെ പൂർവികരായിട്ട് നമ്മുടെ വീട്ടിൽ വെച്ച് പൂജിച്ചിരിക്കുന്ന ദേവതകൾ, കുലദേവതകൾ, ധർമ്മദൈവദേവതകൾ, ഇവരെയൊക്കെ ഒരു കാലഘട്ടത്തിന് ശേഷം പുതിയ തലമുറയായാലും അല്ലെങ്കിൽ ചിലവരായാലും തന്നെ അതിനെ ആരാധിക്കാതിരിക്കുകയും വേണ്ടവണ്ണം നോക്കാതിരിക്കുകയും അതേമാതിരി തന്നെ ആ വക വസ്തുക്കളൊക്കെ എടുത്ത് മാറ്റുകയും പുതിയതായ തലമുറകൾ അങ്ങനെ ദേവനെ ആരാധിക്കാതിരിക്കുകയും ചെയ്യുകയും ചെയ്യുന്നുണ്ട്. പുതിയ തലമുറയല്ല, ചില ആൾക്കാരും എന്താണ് പറയുന്നത്, ഇങ്ങനെ ദേവനെതിരെ ദേവന്റെ ഹിതമനുസരിച്ച് ജീവിച്ചിരുന്ന ഒരു വീടിനെ എന്താണ് പറയുന്നത്, ദേവശാപമാക്കി മാറ്റുന്ന ഒരു വീടാക്കി മാറ്റാറുണ്ട്. അതുകൊണ്ടാണ് ചിലർക്ക് ദേവന്റെ ശാപം കൊണ്ടും പുത്രന്മാരോ പുത്രികളോ ഇല്ലാതിരിക്കും. അതായത് സുധാധിപേ സുതസ്ഥാനേ ശുഭദൃഷ്ടി വിവർജിതേ പാപഗ്രഹേണ സന്തദൃഷ്ടേ ദേവശാപ സുദക്ഷയം എന്നാണ് പറയുന്നത്. അതായത് സുധാധിപേ സുതസ്ഥാനേ, സുധാധിപൻ 5-ാം ഭാവത്തിൽ, 5-ാം ഭാവാധിപൻ 5-ാം ഭാവത്തിൽ നിൽക്കുകയും ശുഭഗ്രഹങ്ങളുടെ ദൃഷ്ടിയില്ലാതിരിക്കുകയും അവിടേക്ക് പാപഗ്രഹങ്ങളുടെ ദൃഷ്ടി ഉണ്ടാവുകയും ചെയ്തു കഴിഞ്ഞാൽ ദേവശാപം കൊണ്ടാണ് സന്തതി ഇല്ലാത്തതിന് കാരണമെന്ന് നമ്മൾ പറയുന്നു. അപ്പോൾ ആ ഭാവത്തിൽ നിൽക്കുന്ന ഏത് ദേവനെ കൊണ്ടാണ് കോപം, ഏത് ധർമ്മദൈവ കോപമാണോ, വെച്ചു പൂജിച്ചു വരുന്ന വേറെ ദേവന്റെ കോപമാണോ, അതിന് പരിഹാരം ഉണ്ടാക്കി കഴിഞ്ഞാൽ സന്തതി ഉണ്ടാകുന്നതാണ്. അടുത്തത് നമ്മളുടെ പിതൃക്കള്, നമ്മുടെ അച്ഛൻ അമ്മ, നമ്മുടെ പൂർവികര്, ഇവരെ വേണ്ടവണ്ണം ശുശ്രൂഷിക്കാതെയും അവരെ നോക്കാതെയും നമ്മുടെ തലമുറകളായാലും നമ്മുടെ ആൾക്കാരായാലും അവർ ആ മക്കളിൽ നിന്നോ അല്ലെങ്കിൽ നമ്മുടെ വേണ്ടപ്പെട്ടവരിൽ നിന്നോ വേണ്ടവണ്ണം നോക്കാതെ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ അവരിൽ നിന്നും കിട്ടുന്ന ശാപമാണ് പിതൃശാപം. അതിന് തിലഹവനം, പിന്നെ വാവ് വെലികൂട്ടല്, പിന്നെ അതേമാതിരി തന്നെ മരിച്ചു പോയിട്ടുള്ള അതേമാതിരി തന്നെ ദിവസങ്ങളിലേക്ക് വരുന്ന നക്ഷത്ര ദിവസം വരുന്ന ശ്രാദ്ധം, ഇതൊക്കെ കൃത്യമായി ചെയ്തു കഴിഞ്ഞാൽ പിതൃശാപത്തിൽ നിന്ന് ഒരു പരിധി വരെയും മോചനം നേടാൻ കഴിയും. അതായത് നമ്മൾ രാശി വെച്ച് നോക്കുമ്പോഴറിയാം, ലഗ്നത്രികോണേ മന്തി തഥാ മാന്തി യുദേശതി ശുഭൈ അനീക്ഷിതേ വിദ്യ പിതൃശാപാസുദക്ഷയം. ലഗ്നാൽ 5-ലോ 9-ലോ ശനി ശുഭഗ്രഹങ്ങളുടെ ദൃഷ്ടി കൂടാതെ ഗുളികനോടൊപ്പം നിന്ന് കഴിഞ്ഞാൽ സന്തതിയില്ലാത്തതിന്റെ കാരണം പിതൃശാപമാണെന്ന് നമുക്ക് ഒറ്റയടിക്ക് പറയാം. അപ്പൊ പിതൃശാപത്തിന് അതിന്റെ മോചനത്തിന് വേണ്ടിയുള്ള പരിഹാരങ്ങൾ ജ്യോതിഷ വിധി പ്രകാരം ചെയ്തു കഴിഞ്ഞാൽ സന്തതി ഉണ്ടാകുന്നതാണ്. ഇനി അടുത്തതായിട്ട് വരുന്നത് ഒട്ടനവധി കാര്യങ്ങളുണ്ട്. ഇനി അടുത്തതായിട്ട് വരുന്നത് ശത്രുദോഷമാണ്. അത് നിങ്ങൾക്ക് വിശ്വാസമുള്ളവർക്ക് വിശ്വസിക്കാം, അല്ലെങ്കിൽ വിശ്വസിക്കണം എന്നില്ല. അനുഭവത്തിലൂടെ മനസ്സിലാകുമ്പോൾ അത് നിങ്ങൾക്കൊരു വിശ്വാസം വരുന്നതാണ്, അതിന്റെ ക്രിയകളൊക്കെ ചെയ്യുമ്പോൾ. അല്ലെങ്കിൽ ഇതിനെ പ്രത്യേകിച്ചുമായിട്ട് നമുക്ക് നെഗറ്റീവ് എനർജി ആയിട്ട് എടുത്താൽ മതി. ചിലരുടെ ഉയർച്ച, ചിലരുടെ സന്തോഷം, കുടുംബത്തിലെ ഐക്യം, പുരോഗതി മുതലായ കാണുമ്പോൾ മറ്റു ചിലർക്ക് നമ്മളോട് തോന്നുന്ന വിദ്വേഷം, വെറുപ്പ്, അവരുടെ പ്രാർത്ഥനകൾ, അവരുടെ ദുർമൂർത്തികളെ വെച്ച് ആരാധിച്ച് നമ്മൾക്കെതിരെ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, ഇതെല്ലാം തന്നെ നമ്മുടെ വീട്ടിലേക്ക് ഒരു നെഗറ്റീവ് എനർജി ആയിട്ട് വരും. ആ നെഗറ്റീവ് എനർജി മാറ്റുക, അതാണ് ഞാൻ പ്രത്യേകിച്ചും പറയുന്നത്. അപ്പൊ നിങ്ങൾ ശത്രുദോഷമെന്നോ നെഗറ്റീവ് എനർജിയോ നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്നിൽ വിശ്വസിക്കാം. ഏതായാലും അതിൽ വിശ്വസിച്ച് കഴിഞ്ഞാൽ അതിൽ ആ നെഗറ്റീവ് എനർജി മാറ്റിക്കഴിഞ്ഞാൽ നിങ്ങളുടെ എന്താണ് പറയുന്നത് വീട്ടിൽ വളരെയേറെ പുരോഗതി ഉണ്ടാവുകയും സന്തതിയില്ലാത്തവർക്ക് ശത്രുദോഷം മുഖേന വന്നിട്ടുള്ള സന്തതിയില്ലായ്മയ്ക്ക് പരിഹാരം കാണുകയും ചെയ്യും. അതിന് പ്രതിക്രിയകൾ ഇഷ്ടം പോലെയുണ്ട്. അതായത് സ്വദേശേ ഭൗമസംയുക്തേ രിപുനാഥ യുദ്ധേതവ ശുഭൈ അനീക്ഷിതേ വിദ്യ രിപുദോഷ സുദക്ഷയം എന്നാണ് പറയുന്നത്. സുദേശം എന്ന് പറഞ്ഞാൽ 5-ാം ഭാവാധിപൻ. ഭൗമസംയുക്തേ അതായത് ചൊവ്വയുമായി കൂടിച്ചേരുക, അല്ലെങ്കിൽ രിപുനാഥയുദ്ധേതവ അല്ലെങ്കിൽ 6-ാം ഭാവാധിപനുമായി കൂടിച്ചേരുകയും അവിടേക്ക് ശുഭഗ്രഹങ്ങളുടെ ദൃഷ്ടിയില്ലാതിരിക്കുകയും ചെയ്താൽ സന്തതി നാശത്തിനുള്ള പ്രധാനപ്പെട്ട കാരണം ശത്രുദോഷമാണെന്ന് പറയാം.
അപ്പൊ ശത്രുദോഷത്തെ മാറ്റാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനുള്ള നിങ്ങൾക്ക് വലിയ പൈസ ചെലവില്ലാതെ നടത്താവുന്ന ഒട്ടനവധി ക്ഷേത്ര വഴിപാടുകളുണ്ട്, വീട്ടിൽ ചെയ്യാവുന്ന കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒരു പരിധി വരെയും ശത്രുദോഷവും നെഗറ്റീവ് എനർജിയും, അല്ലെങ്കിൽ ഒരു പരിധിയല്ല, ഒരു 100% ശത്രുദോഷവും നെഗറ്റീവ് എനർജി മാറുകയും ആ കുടുംബത്തിൽ ഐശ്വര്യവും അഭിവൃദ്ധിയും സന്തതിയില്ലാത്തവർക്ക് സന്തതി ഉണ്ടാവുകയും ചെയ്യുന്നതാണ്. അങ്ങനെ ഇതുകൂടാതെ ഒട്ടനവധി ദോഷങ്ങൾ ഏറെയൊക്കെ ഉണ്ട്. അതായത് നമ്മുടെ വീട്ടിലെ എന്താണ് പറയുന്നത്, നമ്മുടെ താമസ സ്ഥലത്തുള്ള ദോഷം, അതേമാതിരി തന്നെ പ്രേതബാധകള്, പിന്നെ എന്താണ് പറയുന്നത് നമുക്ക് വീടിന്റെ കണക്കിലുള്ള പിഴവുകള്, അതേമാതിരി തന്നെ നമ്മുടെ ഒട്ടുമിക്ക പലതരത്തിലുള്ള ദോഷങ്ങളും നമ്മൾക്കുണ്ട്. അതിൻ്റെയൊക്കെ ഈ ജ്യോതിഷത്തില് ഈ ചെറിയ വീഡിയോയിലൂടെ ചെയ്ത് പൂർത്തീകരിക്കാൻ പറ്റില്ല. അപ്പൊ ആയതുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെ ചിന്തിച്ച് യഥാവണ്ണം പരിഹാരം കണ്ടെത്തി കഴിഞ്ഞാൽ സന്തതി ഇല്ലാത്തവർക്ക് സന്തതി ഉണ്ടാകുന്നതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ നന്ദി, നമസ്കാരം. അടുത്ത വീഡിയോ ഉടൻ തന്നെ വരുന്നതാണ്.